മിക്സ് ആൻഡ് മാച്ച് ആയി വന്നിരിക്കുന്ന കളക്ഷനുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്തരാൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടണിലുള്ള മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ ആണ്. ടോപ്പും ബോട്ടവുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം. പ്രൈസ് വന്നിരിക്കുന്നത് 119 ആണ്. കാംബ്രിക് ആണ്, 60s by 60s ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറിലാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാം തന്നെ ഒത്തിരി അങ്ങനെ ഡള്ളായിട്ടുള്ള കളറല്ല, കുറച്ചൊരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ബ്രൈറ്റ് ആയി നിൽക്കുന്ന പോലത്തെ കളറാണ്. എങ്കിലും അങ്ങനെ ഒരുപാട് ഉദിച്ചു വരുന്ന കളറല്ല. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു അജ്രക് പ്രിന്റിലുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു ചിക്കു കളറിലുള്ള സ്ക്രീൻ പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 119 119 രൂപയാണ് പെർ മീറ്റർ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. കാംബ്രിക് കോട്ടൺ ആണ് കേട്ടോ. 60s by 60s എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ. പ്രൈസ് വന്നിരിക്കുന്നത് 119 ആണ്. പിന്നെ നമുക്ക് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു പീസും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. വേറെ ഡിസൈൻ ആണ് ഇത് വന്നിരിക്കുന്നത്. കുറച്ചും ആ സെയിം കളറിലാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോകുന്നത്. ഒരു സ്ട്രൈപ്പ് പാറ്റേണിലായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിസൈൻ വരുന്നത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഞാനൊരു ചോയ്സ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയായിരിക്കും ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. അല്ല, ഇത് നമുക്ക് ബോട്ടത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കുറെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ ഒക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതുപോലെ തന്നെ വന്നിരിക്കുന്നതാണ് ഈ പ്രാവശ്യവും. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു റെഡ് കളറിലാണ്. മെറൂണിഷ് ആയിട്ടുള്ള റെഡ് ആണ്. ബാത്തിക് സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണ്. അതായത് ഒരു പേസ്ട്രി പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബാത്തിക് സ്റ്റൈലിലേക്ക് പോയതുപോലെ തോന്നും. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഇങ്ങനെയാണ് ഇതിന്റെ എന്താ പറയുന്ന ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേസ്ട്രി പ്രിന്റ് ആണ്, അതല്ലെങ്കിൽ മാംഗോ പ്രിന്റിലാണ് ഇത് വരുന്നത്. ഇതിനകത്ത് തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള കളറും കൂടി ഇതിനകത്ത് പ്രിന്റിൽ കയറി പോകുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ തുടങ്ങിയ സമയത്തൊക്കെ ഇത് ഞാൻ ഒരു ഗ്രീനിനകത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ സെയിം നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. ടോപ്പും ബോട്ടവുമോ അല്ലെങ്കിൽ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് പോലെ. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ്. ഈ സെൻട്രൽ പാർട്ടിൽ ഇത് മാത്രം കൊടുത്ത് സൈഡിലോട്ട് മറ്റേ ക്ലോത്തിൽ നിന്നുള്ള പീസൊക്കെ വെച്ച് ഡിസൈനർ ആയിട്ടുള്ള കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. 44 ഇഞ്ച് വിഡ്ത്താണ്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ഫസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് സെയിം വീഡിയോ നമ്മൾ അതിനകത്ത് ചെയ്തിരുന്നു. അങ്ങനെ കളർ പോകുന്ന ഒരു ഫാബ്രിക്കേ അല്ല. ഞാൻ എന്താ പറയുക, കളർ കാർഡൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെയാണ് ഞാൻ വാഷ് ചെയ്യുന്നതൊക്കെ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കളറിനൊന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് തന്നെയാണ്. സെയിം പാറ്റേണിൽ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും ഇതിന്റെ പ്രിന്റ് എല്ലാം പോകുന്നത്. 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ കളറിലാണ്. യെല്ലോ എന്ന് പറയുമ്പോഴും അങ്ങനെ ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ചിലർക്ക് യെല്ലോ എന്ന് പറയുമ്പോൾ തന്നെ യെല്ലോ ആണോ വേണ്ട, അങ്ങനെയല്ല. നല്ല എന്താ പറയാ, നമുക്കൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ്. അതിനകത്ത് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ. ബൂട്ടി ആയിട്ട് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ്. പിങ്ക് ആണ്. പിങ്കും യെല്ലോയും കൂടിയുള്ള മിക്സ് ആൻഡ് കളറിലാണ് അത് വന്നിരിക്കുന്നത്. സ്ക്രീൻ പ്രിന്റ് ആണ്. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈനും കൂടി അവൈലബിൾ ആണ്. ഇതൊരു സിബോറി സ്റ്റൈലിലുള്ള പ്രിന്റിലേക്കാണ് ഈ ഒരു ഡിസൈൻ പോകുന്നത്. അപ്പൊ നമുക്കിത് എന്താ പറയാ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു എന്താ പറയാ സ്ട്രൈപ്പ് പാറ്റേണിൽ, അതായത് ഇങ്ങനെയായിരിക്കും നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് പോകുന്ന പോലെ ആയിരിക്കും. സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം കണ്ട പോലെ പിങ്ക് ആണ് ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്ലോറൽ പ്രിന്റിൽ തന്നെ ബ്ലൂ കളറിലാണ്. കുറച്ച് വലിയ ഡിസൈൻ ആണ്. അപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയായിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാം ചെയ്ത് ഇടാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം തന്നെ പെട്ടെന്ന് അങ്ങ് വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. പിങ്കും വൈറ്റും കൂടെ കളറിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്തൊക്കെ പോയിട്ടുള്ളത്. ഇതിന് വന്നിരിക്കുന്നതും നമ്മൾ ആദ്യം യെല്ലോയിൽ കണ്ടില്ലേ, അതേപോലത്തെ ഒരു സിബോറി സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ്. സിബോറി പ്രിന്റ് എന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ശരിക്കുള്ള ആക്ച്വലി സിബോറി ഇങ്ങനെ ടൈ ആൻഡ് ടൈ ആയിട്ടല്ല, അങ്ങനത്തെ പ്രിന്റ് ആണെന്ന് പറയുന്നേ ഉള്ളൂ. ഇത് എല്ലാം തന്നെ സ്ക്രീൻ പ്രിന്റ് ആണ്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോഴും ഈ ഒരു പാറ്റേണിലായിരിക്കും. നമുക്ക് ബോട്ടത്തിനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻ പോകുന്നത്. ഇനി ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലാണ്. ഗ്രീനിനകത്ത് തന്നെ നമ്മൾ എപ്പോഴും ജയ്പൂർ കോട്ടൺ ആകുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് അധികം തന്നെ വരുന്നത്. അപ്പോൾ പ്യുവർ ജയ്പൂർ ആണ്, പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അല്ല, സ്ക്രീൻ പ്രിന്റ് ആണ്. ഇങ്ങനെയായിരിക്കും ഇതും വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഡിസൈൻ വരുന്നത്. അതായത് ഒരു ഗ്രീൻ കളറിനകത്ത് തന്നെ ബ്ലൂ കളറിന്റെ 2 ടോണിലുള്ള പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ഇനി നമുക്കിതിന് മാച്ച് ചെയ്യാവുന്ന ഒരു സിഗ്സാഗ് ആണ് വന്നിരിക്കുന്നത്. ബോട്ടത്തിനായിട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. സിഗ്സാഗ് തന്നെ ടോപ്പായിട്ട് നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വരുന്നത്
വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഡിസൈൻ പോകുന്നത്. സിഗ്സാഗിന്റെ കളർ വരുന്നത് പീക്കോ ഗ്രീനിന്റെ തന്നെ ഒരു കളറിലും ഓഫ് വൈറ്റ് കളറിലും അതിന്റെ തന്നെ ഒരു ഡാർക്കർ ടോണിലുമാണ് വന്നിരിക്കുന്നത്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആയിട്ടൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ടതെല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷനാണ്. ഒരു കളറിൽ തന്നെ 2 ഡിസൈൻ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടോപ്പും ബോട്ടവും ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ 2 ഡിസൈനർ കുർത്തിയൊക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 119 ആണ്. അതുപോലെ തന്നെ ഇത് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാവുന്നതാണ്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസ് ഒക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ട് ആകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ട് ആകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ട് ആയിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30 ഫസ്റ്റ് വീഡിയോ ഔട്ട് ആകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ട് ആകുന്നത്. ഷോപ്പ് വർക്ക് ആകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.